Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. എല്ലാ ക്ലാസ്സിലും വരുന്ന രണ്ടുപേരാന്ന് തോന്നുന്നു നിങ്ങളല്ലേ. എന്ത് പറ്റി? നിങ്ങളുടെ ബാച്ചിന് എന്താ പറ്റി? എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതുണ്ടോ? ഞാനും കേറാത്തതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂട്ടോ. ടീച്ചർ, അല്ലെങ്കിലും നമ്മള് 7 പേര് അല്ലെ 9 പേര് കൂടുതലൊന്നും ലൈവ് ക്ലാസ് ഉണ്ടാവാറില്ല. എല്ലാരും വർക്ക് ചെയ്യണവരൊക്കെയാന്ന് തോന്നുന്നു. റെക്കോർഡ് ക്ലാസ് കാണുന്നവരാ കൂടുതല്. നമ്മൾ വളരെ കുറച്ച് കുട്ടികളെ ലൈവിൽ ഉണ്ടാവാറുള്ളൂ. റെക്കോർഡ് ക്ലാസ് കാണുവാണെങ്കിലും കാണുന്നുണ്ടല്ലോ അല്ലെ? ആ ഒരു ഉറപ്പുണ്ടോ? കാണുന്നുണ്ട്, കാരണം ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് ഒക്കെ കാണാറുണ്ട്. അതെല്ലേ. ഒരു ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. പിന്നെ എനിക്കും വാട്സാപ്പിൽ ചിലരൊക്കെ എന്തൊക്കെയൊക്കെ ഡൗട്ട്സ് ചോദിച്ചു ഇടാറുണ്ട് തോന്നുന്നു. കുഴപ്പമില്ല. ഒരു റെക്കോർഡ് ക്ലാസ് കാണട്ടെ. ഇങ്ങനെ കുറച്ച് പേരെ കാണുമ്പോൾ നമുക്ക് ബാക്കി ബാച്ചുകളിലൊക്കെ ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ കയറുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 20 എങ്കിലൊക്കെ കയറി കാണാറുണ്ട്. അതുകൊണ്ട് ചോദിച്ചു തന്നേ ഉള്ളൂ. പിന്നെ ഈവനിങ് വെക്കുമ്പോഴും ഈ പറയുന്ന ആ ഒരു ഇത് കാണുന്നില്ല. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈവനിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ സാധാരണ റിവിഷൻ കൊടുക്കുന്നത് ഈവനിങ് ആണ്. അപ്പൊ ഞാൻ പലരോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, റിവിഷൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വരണം. കാരണം അത് നിങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ്. ഫുള്ള് വായിക്കാനും വായിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവാൻ ഈ ചാൻസസ് കൂടുതലുള്ളൂ. ഈ ക്ലാസ് കണ്ടിന്യൂസ് കാണുന്നവർക്ക് കുഴപ്പമുണ്ടാവില്ല. വായിക്കുമ്പോഴേക്കും അത് മനസ്സിലേക്ക് വരും. അപ്പം റിവിഷൻ ടൈം ആകുമ്പോഴേക്കും ഒന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ആരെങ്കിലും പ്രെയർ ചെയ്യാൻ റെഡി ആണെങ്കിൽ പ്രെയർ ചെയ്യൂ, അല്ലെങ്കിൽ നമുക്കൊരു സൈലന്റ് പ്രെയർ ചെയ്യാം. ഓക്കെ, പറഞ്ഞോളൂ. ഇറ്റ്സ് യുവർ വിഷ്. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. നമുക്ക് സമയം കളയേണ്ട. ഒരു സൈലന്റ് പ്രെയറോട് കൂടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നോ ഇഷ്യൂ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എനിക്കൊരു 2 minutes ഒന്ന് തരാമോ? നമ്മുടെ ഒരു ബാച്ചിന്റെ നിങ്ങൾക്ക് 12-കാർക്ക് 29-നല്ലേ പ്രാക്ടീസ് സെഷൻ? ഓക്കെ, അപ്പൊ ഞാൻ മോസ്റ്റ് പ്രോബബ്ലി ആ 29-ന് മുമ്പുള്ള 29th സാറ്റർഡേ ആണ്, 28 ഫ്രൈഡേ, 27th ഈവനിങ് 7:30 ഓൺവേർഡ്സ് മോഡ്യൂൾ 3 ആണ് നമ്മുടെ പ്രാക്ടിക്കൽ. മോഡ്യൂൾ 3യുടെ ക്ലാസ് വയ്ക്കും. നിങ്ങൾക്ക് മെസ്സേജ് വരും. ഗ്രൂപ്പിൽ നിങ്ങളൊന്ന് പറഞ്ഞോളൂ. തേഴ്സ്ഡേ വെക്കുന്നതിന്റെ കാരണം വരുന്ന ആരെങ്കിലും വരുന്നുണ്ട്, അവർക്ക് ട്രാവലിംഗ് ആണ് ഫ്രൈഡേ ഉള്ളത് കൊണ്ടാണ് തേഴ്സ്ഡേ ഈവനിങ് വെക്കുന്നത് കേട്ടോ. ഈവനിങ് വെക്കുന്നത് ഇതുപോലെ കൂടുതൽ പേര് കയറുവാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ പ്രാക്ടിക്കൽ സെഷൻ എല്ലായ്പ്പോഴും ഫൈനൽ റിസൾട്ട് വരുമ്പോൾ എല്ലാവർക്കും മാർക്ക് കുറയണത് മീൻസ് വൈവയിലാണ് അത് വരുന്നത് കേട്ടോ. മോണ്ടിസോറി അപ്പാരറ്റസ് എന്ന് പറഞ്ഞ് നമുക്ക് 100 മാർക്ക് ഉണ്ട്. പലരും കൺഫ്യൂസ്ഡ് ആയി പോകുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്ക് പ്രാക്ടിക്കൽ, അതായത് നമ്മുടെ വൈവ പ്രാക്ടിക്കൽ സെഷനിൽ ടീച്ചിങ് എയ്ഡ്സ് ആൻഡ് അതർ ക്രാഫ്റ്റ് എന്നൊരു സെഷൻ ഉണ്ട്. അതാണ് നമ്മൾ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത പല മെറ്റീരിയൽസിന്റെ മോഡൽസ് ഉണ്ടാക്കുന്നതും നമുക്കറിയാവുന്ന ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിലാണ് വരുന്നത്. ടീച്ചിങ് എയ്ഡ്സ് ആൻഡ് അതർ ക്രാഫ്റ്റ് എന്നുള്ള ഏരിയയിൽ മോണ്ടിസോറി അപ്പാരറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മോഡ്യൂൾ 3 ആണ്. അതായത് മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ ചോദിക്കും. അതായത് വ്യാഴാഴ്ച നിങ്ങൾ, അതായത് 27-ാം തീയതി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഈവനിങ്ങിലെ ആ ക്ലാസ് പ്ലസ് നിങ്ങൾ നേരിട്ട് വന്ന് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റി, അത് കൂടാതെ എല്ലാവർക്കും നേരിട്ട് വരാൻ പറ്റില്ല. നമ്മൾ അതിനു മുമ്പ് തന്നെ ഓൺലൈനായിട്ട് ഡെമോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും ഈ മെറ്റീരിയൽസിന്റെ. വരാൻ പറ്റാത്തവർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ വരുന്നവർ ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ ആ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വീഡിയോ എടുത്ത് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. പല കുട്ടികളും പറയാറുണ്ട്, ആ വീഡിയോയും കൂടെ കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നേരിട്ട് വന്ന് ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്കത് കാരണം എല്ലാ മെറ്റീരിയൽസും നമ്മൾ തൊട്ട് നോക്കി മനസ്സിലാക്കണം. നമ്മൾ നമ്മുടെ 5 സെൻസസ് യൂസ് ചെയ്തിട്ടാണ് ഈ ആക്ടിവിറ്റി ചെയ്യുന്നത്. കുട്ടികൾ അങ്ങനെയാണല്ലോ, സെൻസിറ്റീവ് പീരീഡ് ആണ് അവരുടെ വളർച്ചയുടെ ആരംഭഘട്ടമൊക്കെ. അതുകൊണ്ട് വരാത്തവർക്കും മാക്സിമം എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് മോണ്ടിസോറി അപ്പാരറ്റസ് എന്ന് പറയുന്ന ആ കോളത്തില് 100 മാർക്സിന്റെ മാർക്ക് വരുന്നത്. പലപ്പോഴും മെറ്റീരിയൽസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആർക്കും ഒരു ഐഡിയ ഇല്ല. കാരണം റെക്കോർഡിൽ എഴുതുന്നുണ്ട് എല്ലാ മെറ്റീരിയൽസിനെ കുറിച്ചും. ആ എഴുതുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കി എഴുതുവാണെങ്കിൽ
നിങ്ങൾക്ക് പെട്ടെന്ന് ചോദിക്കുന്ന കാര്യങ്ങളെ പറ്റി ഐഡിയ കിട്ടും. നമ്മളങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിലൊന്നും അല്ല ചോദിക്കാറ്. പിങ്ക് ടവർ, പിങ്ക് ടവറിനെ കുറിച്ച് നിങ്ങളൊന്ന് പറയാമോ? പിങ്ക് ടവർ എത്ര സെഗ്മെന്റ്സ് ഉണ്ട്? പിങ്ക് ടവർ നിങ്ങൾക്ക് അറിയാലോ എന്താന്ന്? പരിചയമുള്ള സാധനമാണല്ലോ. ഓക്കെ, എത്ര സെഗ്മെന്റ്സ് ഉണ്ട് എന്ന് ചോദിക്കും. പിന്നെ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. എന്തുകൊണ്ടാണ് ആൽഫബറ്റ്സ് കുട്ടികൾക്ക് മനസ്സിലാക്കിക്കാൻ നമ്മൾ സാൻഡ് പേപ്പർ യൂസ് ചെയ്യുന്നത്, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് അതുപോലെ തന്നെ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്? കാരണം അവര് അത് ട്രേസ് ചെയ്യുമ്പോൾ അവർക്ക് ആ സെൻസസ് അല്ലെ, അവരുടെ വിരലിലെ ഫൈൻ മോട്ടോർ സ്കിൽസും ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ ട്രേസ് ചെയ്യുമ്പോൾ ഇമേജ് അവരുടെ ബ്രെയിനിൽ ഇംപ്രഷൻ ആയിട്ടിരിക്കും. പിന്നെ അവർ ബുക്കിലേക്കോ അല്ലെങ്കിൽ സ്ലേറ്റിലേക്കോ എവിടെയാണ് ബോർഡിലേക്കോ എഴുതാൻ തുടങ്ങുമ്പോൾ ഈ ഇമേജിനെ റിട്രീവ് ചെയ്തിട്ടാണ് അവർ എഴുതുന്നത്. അപ്പൊ അത്രയും സെൻസോറിയൽ ആയിട്ട് അവരത് പഠിക്കുക. അവരുടെ സെൻസസ് യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ സാധാരണ ചെറിയ ക്ലാസ്സിൽ എന്താ ചെയ്യിക്കുന്നേ? കുട്ടികളെ കൊണ്ട് 10 പ്രാവശ്യം നിരത്തി എഴുതിക്കും, എ എ എ എന്ന് പറഞ്ഞിട്ട് അല്ലെ. കുട്ടികൾ ഇങ്ങനെ ചുമ്മാ അത് എഴുതിക്കൊണ്ടിരിക്കും, ഇഷ്ടപ്പെട്ടിട്ടൊന്നും ആവില്ല. പക്ഷെ ഇങ്ങനെ ട്രേസ് ചെയ്യുമ്പോൾ ഇതിന്റെ ആ എ എന്നുള്ള ലെറ്റർ ആണെങ്കിൽ ആ ഇമേജ് അവരുടെ ബ്രെയിനിൽ അങ്ങനെ സ്റ്റോർ ആവും. പിന്നീട് അവരത് ഓർത്ത് അവർ എഴുതാൻ തുടങ്ങും. അതൊക്കെയാണ് ഇതിന്റെയൊക്കെ പ്രത്യേകത. അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി റെക്കോർഡ് എഴുതുമ്പോൾ ഒന്ന് മനസ്സിലാക്കി എഴുതി, സമയം കിട്ടുമ്പോൾ മോഡ്യൂൾ 3 ഒന്ന് വായിച്ചു നോക്കുക, റെക്കോർഡിലെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കുക. റെക്കോർഡിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും, വലിയ പ്രശ്നമുള്ളതല്ല. അതിലൊരു കൺഫ്യൂഷൻ വരുവാണെങ്കിൽ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ മോണ്ടിസോറി അപ്പാരറ്റസ് എന്ന് പറയുമ്പോൾ കുട്ടികൾ എന്താ പറയുന്നോ, എല്ലാ അപ്പാരറ്റസും ഞാൻ ഉണ്ടാക്കിയതാണല്ലോ, പിന്നെ എനിക്ക് എന്താ അവിടെ മാർക്ക് കുറവെന്ന്. ശരിക്കും നമ്മൾ ഉണ്ടാക്കിയത് ടീച്ചിങ് എയ്ഡ്സ് ആൻഡ് അതർ ക്രാഫ്റ്റ് ഐറ്റംസ് എന്നുള്ള സെഷനിലാണ് വരുന്നത്. അത് മാറിപ്പോരുത് കേട്ടോ. പറഞ്ഞു കഴിയുമ്പോൾ ഓ ഞാൻ വിചാരിച്ചു ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അപ്പൊ ശ്രദ്ധിക്കുന്നില്ല, ടൈറ്റിൽ ശ്രദ്ധിച്ചിട്ടല്ല അവര് ചോദിക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഈ അപ്പാരറ്റസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കുവാണെങ്കിൽ പലതവണ അതൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ കുറേ ഡേറ്റാസ് കിട്ടും, പല വീഡിയോസ് കിട്ടും. ചില മോണ്ടിസോറി സ്കൂളിൽ കുട്ടികൾ ചെയ്യുന്നതിന്റെ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കാണും. നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യും. മാക്സിമം നമ്മൾ ത്രൂ ക്ലാസ്സസ് എല്ലാം പറഞ്ഞു തരാൻ നോക്കുന്നുണ്ട്. പിന്നെ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെയിൻ മെറ്റീരിയൽസ് എല്ലാം തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾക്കത് വന്ന് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമും തരും. ഇനി 29-ന് വരാൻ ബുദ്ധിമുട്ടാണോ? നെക്സ്റ്റ് ബാച്ചിന്റെ കൂടെ എപ്പോഴെങ്കിലും വരാൻ സാധിക്കുമെങ്കിൽ ജോയിൻ ആവുക. ഡിപ്പെൻസ്, അത്രയും പറഞ്ഞു മാത്രം. ഓക്കെ, നമ്മൾ എവിടം വരെയായി ക്ലാസിന്റെ കാര്യങ്ങൾ? ലോ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് എടുത്തത്. ലോ ഓഫ് ഇൻഡിപെൻഡൻസ് എടുത്ത് കഴിഞ്ഞോ? കുഴപ്പമില്ല, നമുക്കതൊന്നുകൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഷെയർ ചെയ്യട്ടെ കേട്ടോ. ഫ്ലോ ഡയഗ്രാം ഒക്കെ നമ്മൾ കഴിഞ്ഞു, ലോ ഓഫ് വർക്ക് കഴിഞ്ഞു. നെക്സ്റ്റ് ലോ ഓഫ് ഇൻഡിപെൻഡൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങിയത് എത്രയും ആയിക്കോട്ടെ, നോ പ്രോബ്ലം. അപ്പൊ നമ്മളൊരു കുട്ടിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് എങ്ങനെയെല്ലാമാണ് നടക്കുന്നത്, ഏതൊരു എൻവിയോൺമെന്റിലാണ് ആ ഒരു നാച്ചുറൽ ഡെവലപ്മെന്റ് നടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു അല്ലെ. ആ ഒരു ഡെവലപ്മെന്റും കാര്യങ്ങളും ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ആണ് ഇനി എടുക്കാനുള്ളത്. ഓക്കെ 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 ഓക്കെ. മിക്ക 10-ന് കഴിഞ്ഞു, 11, 12, 13 ഒക്കെ ഇതേ ടോപ്പിക്. അപ്പൊ എവിടെ ഏതാ എടുത്തേന്നുള്ളത് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഞാനിതൊന്ന് കഴിഞ്ഞു. എന്തോ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഡെവലപ്മെന്റ് ഓഫ് വില്ലിലി ആണോ? റിപ്പിറ്റേഷൻ, സെൽഫ് ഡിസിപ്ലിൻ, അതൊക്കെയാണോ? ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ആണ് ചെയ്യേണ്ടത് അല്ലെ.
ഇപ്പൊ നമ്മളൊരു കുട്ടിക്ക് അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്യാനുള്ള മെറ്റീരിയൽസ് അവർക്ക് തന്നെ ചൂസ് ചെയ്യാനും ആ ആക്ടിവിറ്റി ചെയ്യാനുള്ള ഫ്രീഡവും അവർക്ക് കൊടുത്തു. അപ്പൊ അവര് വർക്ക് ചെയ്യാൻ തുടങ്ങി. അതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ലോ ഓഫ് വർക്ക്. അത് കഴിഞ്ഞപ്പം തന്നെത്താനെ ചെയ്യാൻ തുടങ്ങി. നമ്മൾ അവരെ തടസ്സപ്പെടുത്തിയില്ല. അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നത് തന്നെ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അവരെ തടസ്സപ്പെടുത്താതിരുന്നു. കുട്ടി ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങി. അതായിരുന്നു സെക്കൻഡ് വൺ വന്ന ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. അവന് ഇഷ്ടപ്പെട്ട കാര്യമായതുകൊണ്ട് അവൻ നല്ല ശ്രദ്ധിച്ച് ചെയ്യാൻ തുടങ്ങി. അവിടെയാണ് പവർ ഓഫ് അറ്റൻഷനും കോൺസെൻട്രേഷനും വന്നത് അല്ലെ. അപ്പൊ അവന്റെ സെൽഫ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഡെവലപ്മെന്റ് ഓഫ് വിൽ, അവന്റെ സെൽഫ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ത്രൂ റിപ്പിറ്റേഷൻ അവൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയി. തുടക്കത്തിൽ എറർ വന്നിട്ടുണ്ടാകാം, പക്ഷെ അവൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് വന്നപ്പോൾ എറർ കുറഞ്ഞു. ജഗ്ഗില് വെള്ളം നിറയ്ക്കാൻ ഏൽപ്പിച്ചു. ഫസ്റ്റ് ടൈം അവന് ചെയ്തപ്പോ കുറച്ച് വെള്ളം പുറത്തേക്ക് തെറിച്ചു പോയിട്ടുണ്ടാകും. നമ്മൾ അവനോട് ഷൗട്ട് ചെയ്യാതെ അവനൊരു കൊച്ചു തുണി കൊടുക്കുക, അത് വെച്ച് തുടച്ചാൽ മതി എന്ന് പറയും. അപ്പൊ നെക്സ്റ്റ് ടൈം ഒഴിക്കുമ്പോൾ അവൻ ഓർക്കും, ഞാൻ ആദ്യത്തെ തവണ ഒഴിച്ചപ്പോ വെള്ളം അത്രയും പോയി, ഞാൻ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് പിടിച്ചു കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ പുറത്തേക്ക് തെറിച്ചു പോകില്ല. കാരണം കുട്ടികൾക്ക് ഓരോ കാര്യം ചെയ്യുമ്പോൾ അറിയില്ല, അവര് മാക്സിമം എഫേർട്ട് എടുക്കും. നമ്മൾക്ക് ആസ് ആൻ അഡൾട്ട് നമ്മൾക്കറിയാം ഓരോ ടാസ്ക് ചെയ്യുമ്പോൾ എത്ര ഫോഴ്സ് ആണ് കൊടുക്കേണ്ടതെന്ന്. ഒരു ടേബിൾ പുഷ് ചെയ്യാൻ എത്രത്തോളം ഫോഴ്സ് വേണം, ഒരു ചെയർ എടുത്ത് വേറൊരു പ്ലേസിലേക്ക് മാറ്റി വെക്കാൻ എത്രത്തോളം ഫോഴ്സ് വേണം, ജഗ്ഗില് വെള്ളം നിറയ്ക്കാൻ എത്ര ഫോഴ്സ് വേണം, ഇതെല്ലാം നമ്മൾക്കറിയാം. ഒരു വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോൾ, ഫ്രൂട്ട്സ് കട്ട് ചെയ്യുമ്പോൾ എത്ര ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം നമുക്കറിയാം. കുഞ്ഞുങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പപ്പടം കിട്ടുമ്പം അവര് അത് പിടിക്കണതേ പൊടിഞ്ഞ് തരിപ്പണമാകും അല്ലെ. അപ്പൊ അത് അവർക്ക് പപ്പടത്തിൽ എത്ര ഫോഴ്സ് കൊടുക്കണം എന്ന് തന്നെ അവർക്കൊരു ഐഡിയ കിട്ടില്ല. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പൊ ഒരു പ്രാവശ്യം വെള്ളം അങ്ങനെ എത്ര പോയി, അപ്പൊ ഞാൻ ഇനി ശ്രദ്ധിക്കണം. അങ്ങനെ പലതവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവരവരുടെ വർക്കിൽ പെർഫെക്റ്റ് ആവുന്നു. സോ റിപ്പീറ്റേഷൻ, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് പറയാറില്ലേ, സെയിം തന്നെ. റിപ്പീറ്റേഷനോടുകൂടി അവർക്ക് അവര് ചെയ്യുന്ന ആക്ഷൻസിന്റെ കൺട്രോൾ ലഭിക്കുന്നു. അവരുടെ ബോഡി അതിൽ കൺട്രോൾ കിട്ടുന്നു, അവർ ചെയ്യുന്ന ആക്ഷൻസിൽ കൺട്രോൾ കിട്ടുന്നു. സോ അതുപോലെ പിന്നെ ഈ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവര് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ, പിന്നെ അവര് ചൂസ് ചെയ്ത മെറ്റീരിയൽസിനോട് അത്ര ഇഷ്ടമായിരിക്കും, അപ്പൊ അതും നശിപ്പിക്കാതെ വളരെ സൂക്ഷിച്ച് അവര് ചെയ്യും. സോ അങ്ങനെ ഡിസിപ്ലിൻ തന്നെത്താൻ അവരിലുണ്ടാവുന്നു. നമ്മള് വഴക്ക് പറഞ്ഞു, അടിച്ചോ, ഷൗട്ട് ചെയ്തോ, നിർബന്ധിച്ചോ, പേടിപ്പിച്ചോ ഒന്നുമല്ല കുട്ടിയുടെ ഡിസിപ്ലിൻ ഉണ്ടാവുന്നത്. ഇങ്ങനെയാണ് അവന് സെൽഫ് ഡിസിപ്ലിൻ സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാവുകയാണ്. പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ അവർക്ക് അങ്ങനെ ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കുന്നു, ആ ആക്ടിവിറ്റി ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കുന്നു. അങ്ങനെ എല്ലാം കൊടുത്തു കഴിയുമ്പോഴേക്കും ഇവര് നമ്മളോട് ഭയങ്കര താല്പര്യമായിരിക്കൂലേ. നമ്മൾ ഒബീഡിയൻസ്, അനുസരിക്കാനുള്ള ആ ഇത് വരും. കുട്ടി ചിലപ്പോ പറയാറില്ലേ നമ്മുടെ വീട്ടില്, ഞാൻ അമ്മ പറഞ്ഞ കേൾക്കാം, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ കേൾക്കാം, അല്ലെങ്കിൽ അമ്മാമ്മ പറഞ്ഞ കേൾക്കാം, മറ്റവർ ഗ്രാൻഡ് പാരന്റ്സ് ആരെങ്കിലും ആണെങ്കിൽ. എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് അവർ വഷളാക്കുമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് വേണ്ടുന്ന ഒരു എൻവിയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. പക്ഷെ ലിമിറ്റ്സ് വെക്കേണ്ടടുത്ത് ലിമിറ്റ്സ് വെക്കും. ഈക്വൽ അങ്ങനെ വെക്കാതെ വരുമ്പോഴാണ് ഈ പറയുന്ന വഷളാവുക. ഗുഡ് ബാഡ് അപ്പൊ തന്നെ കറക്റ്റ് ചെയ്യണം. അതിന്റെ കാര്യത്തിൽ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർമാര് ഒരിക്കലും ചിന്തിക്കേണ്ട എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അത് ആ സ്പോട്ടിൽ തന്നെ അത് കറക്റ്റ് ചെയ്യണം. അങ്ങനെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചർ, പിന്നെ അതുപോലെ തന്നെ ഈവിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ഷൻ അല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ആ മൊമെന്റിൽ തന്നെ കൂടുതൽ ചിന്തിക്കാതെ അതവിടെ കറക്റ്റ് ചെയ്തു പോകണം. അത് തന്നെയാണ് നമ്മൾ പാരന്റിങ്. അതിപ്പോ ഗ്രാൻഡ് പാരന്റ്സ് നോക്കുമ്പോഴാണെങ്കിലും, ഏതെങ്കിലും കെയർ ഗിവർ നോക്കുമ്പോഴാണെങ്കിലും, പാരന്റ്സ് നോക്കുമ്പോഴാണെങ്കിലും അരുത് എന്നൊരു കാര്യം അത് പാടില്ലാത്തതുണ്ടെങ്കിൽ അത് അനുവദിക്കരുത്. അതുകൊണ്ടാണ് ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് എന്ന് പറയുന്നത്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഫ്രീഡം ഉണ്ടല്ലോ, കുട്ടികൾക്ക് എന്തും ചെയ്യാന്നല്ല. അവിടെ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. ഞാൻ ഇത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കുട്ടിക്ക് അപ്പോഴേ മനസ്സിലാവും. ഓക്കെ, പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. റിപ്പിറ്റേഷൻ, ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ, പിന്നെ ഡെവലപ്മെന്റ് ഓഫ് ഒബീഡിയൻസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇത് ഇനി നിങ്ങൾ ഈ ടോപ്പിക് വായിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ അതിന്റെ ഇടയിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഐഡിയ കിട്ടി അല്ലെ. നമ്മുടെ കുട്ടികളുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കുട്ടി ഒരു ആക്ടിവിറ്റിയിൽ നല്ല പോലെ അത് ചെയ്തു, അതിന്റെ എറർ മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും ഇവൻ
പലതും മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇവന്റെ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റ് അവിടെ നടക്കുമോ, ഇത് ഇങ്ങനെ ഇരുന്ന് ചെയ്യുമ്പോൾ ബ്രെയിൻ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അത് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും ഈ പലതും. അതായത് ഒരു ടോയ് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ടോയ് ഉപയോഗിക്കേണ്ട രീതിയിൽ കുറച്ച് പ്രാവശ്യം ചെയ്തു നോക്കിയിട്ടുണ്ടാവും. പിന്നെ അവിടെ ഒരു മാനിപ്പുലേഷൻ ആണ്. ലൈക്ക് അതുകൊണ്ട് അവന്റേതായ ഒരു ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റിയിൽ പുതിയ പുതിയ കാര്യങ്ങളായിട്ട് ചെയ്യാനായിട്ട് തോന്നും. നിങ്ങൾക്ക് റെക്കോർഡ്സ് 5 തന്നു അല്ലേ, മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഈ മിസ് എന്ത് പണിയെ കാണിച്ച്, ഇഷ്ടം പോലെ പണി വീട്ടിലുണ്ട്, ജോലിക്ക് പോണവർക്കും അതിലേറെ വിഷമം. എന്നിട്ട് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെയും കുറെ വർക്ക് ചെയ്യിപ്പിക്കുന്നു, കുറെ അസൈൻമെന്റ്, കുറെ ആക്ടിവിറ്റി, ഇങ്ങനെ കുറെ റെക്കോർഡും തന്നിരിക്കുന്നു. ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കൂ. നിങ്ങളുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഡെവലപ്പ് ചെയ്യാം. എനിക്ക് ഇതൊന്നും എഴുതാൻ അറിയില്ല, ഞാൻ എങ്ങനെ എഴുതും, തന്നെത്താനെ കഥ എഴുതാനോ കവിത എഴുതാനോ മര്യാദയ്ക്ക് ഒന്നും വായിച്ചിട്ടും കൂടി ഇല്ല, അല്ലെങ്കിൽ ഒന്ന് ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഈ പ്രായത്തിൽ എനിക്കിത് പറ്റുമോ എന്നൊക്കെ കുറേ കൺഫ്യൂഷൻസ് ഒക്കെ മനസ്സിലുണ്ടാവുമായിരിക്കും. ബട്ട് നമ്മളൊരു അതിനു വേണ്ടി ഒന്ന് ഇരിക്കുന്നു, ഒരു ചെറിയ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് സമാധാനമായി കാമായിട്ട് നമ്മളൊരു ഭാഗത്തിരിക്കുന്നു, നമ്മളുടെ തീം നോക്കുന്നു. തീം നോക്കുമ്പോൾ അതിപ്പം റൈം ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും തീം നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. നമ്മൾ എത്രയോ ആളുകളെ ചുറ്റുപാടും കാണുന്നതാണല്ലേ, എവിടെ നിന്നെങ്കിലും നമുക്കൊരു ഐഡിയ വരും. പിന്നെ കഥയുടെ ഒരു പൂരമായിരിക്കും വരുന്നത്. അങ്ങനെ പറഞ്ഞവരുണ്ട് കേട്ടോ, ഞാൻ ഇത് എഴുതാൻ പറ്റുന്ന പ്രതീക്ഷിച്ചതേ ഇല്ല, പിന്നെ ഇങ്ങനെ വരുവാന്ന് പറഞ്ഞ്. അതുകൊണ്ട് റെക്കോർഡിന് ഓർഡർ ഇല്ല, റെക്കോർഡിന്റെ ഉള്ളിലെ കണ്ടന്റ്സും നിങ്ങൾക്ക് ഏതാണോ ആദ്യം കിട്ടുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും നമ്മൾ ഡെവലപ്പ് ആക്കുക ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്കൊരു കുട്ടിയിൽ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആ കുട്ടികൾക്കും അതുപോലുള്ള ആക്ടിവിറ്റി, ഒരു പക്ഷെ അവരോട് എഴുതൂന്നായിരിക്കില്ല നമ്മൾ പറയണേ. നമ്മള് 4th റെക്കോർഡിൽ നമ്മൾ കാണിച്ചില്ലേ, ഒരു പിക്ചർ കാണിച്ചു കൊടുത്തിട്ട് അവരോടൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പറയും. ഭയങ്കര അവരുടെ ഇമാജിനേഷനൊക്കെ നമ്മൾ വിചാരിക്കത്തെ, നമ്മളൊക്കെ ഇങ്ങനെ കുട്ടികൾ കഥ പറയൂ. എനിക്ക് 7th ബാച്ചിൽ ഒരു റീന ഉണ്ടായിരുന്നു കേട്ടോ. റീന ക്ലാസ്സിന് ജോയിൻ ചെയ്തു. സംഭവം നമ്മുടെ കോളൊക്കെ ചെന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും, PROs ഒക്കെ വിളിച്ച് എന്നാ ജോയിൻ ചെയ്തേക്കാം എന്നുള്ള രീതിയിലാണ് റീന ജോയിൻ ചെയ്യുന്നത്. റീനയ്ക്ക് ടീനേജ് ഏജിലുള്ള 2 കുട്ടികളുണ്ട്. റീന എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ട് ആണ്. ഡ്രോപ്പ് ഔട്ട് മീൻസ് ഡിസ്കണ്ടിന്യൂ ചെയ്തു. മാരേജ് ആയപ്പോഴേക്കും റീനയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എഞ്ചിനീയറിംഗ്. അതിന്റെ ഫ്രസ്ട്രേഷൻ നിറയെ റീനയുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ റീനയുടെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ റീന പഠിച്ചതും വളർന്നതും ഒക്കെ നാസിക്കിലായിരുന്നു, മഹാരാഷ്ട്ര. അപ്പോൾ റീനയ്ക്ക് നല്ല ലാംഗ്വേജാണ്, ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും മറാഠി ആണെങ്കിലും റീനയ്ക്ക് നല്ല ലാംഗ്വേജ്. റീന ഇപ്പോൾ ആലുവയിലാണ്. അപ്പൊ റീന ഇങ്ങനെ ഒന്നു ഞാൻ ഇങ്ങനെ വെറുതെ ജോയിൻ ചെയ്തത്, എനിക്ക് ഇങ്ങനെ എന്റെ കോഴ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, ലൈക്ക് ഭയങ്കര വിഷമത്തോടെയാ പറഞ്ഞു. ഇപ്പൊ ഞാനിങ്ങനെ ഓരോരോ ആക്ടിവിറ്റി കൊടുത്തപ്പോഴേക്കും അങ്ങനെ പറഞ്ഞു റീനയ്ക്ക് ചെയ്യാൻ പറ്റും, റീന നോക്കൂ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. റീനയുടെ ടീച്ചിങ് പ്രാക്ടീസിന് നല്ലൊരു സ്കൂളായിരുന്നു സെലക്ട് ചെയ്തത്. റീനയുടെ ലാംഗ്വേജ് നമ്മൾ ഇവിടുന്ന് പറഞ്ഞു കൊടുത്തു. ഈ കഥ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ റീനോട് പറഞ്ഞു. പിന്നെ പറയാം, ഒരു കഥ പോലും മര്യാദയ്ക്ക് വായിക്കാത്ത ഞാൻ എങ്ങനെ കഥ ക്രിയേറ്റ് ചെയ്യാൻ? എനിക്ക് പറ്റുമൊന്നുമില്ല. ഞാൻ പറഞ്ഞു കുട്ടികളെ നോക്കിക്കോ, അവര് നല്ല പോലെ കഥ ക്രിയേറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ റീനയ്ക്ക് ആ സ്കൂള് നല്ലൊരു സ്കൂളായിരുന്നു, CBSE സ്കൂളാ. റീന അവിടെ ജോയിൻ ചെയ്ത സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അക്കാദമിക് ഇയർ തീരാറായപ്പോഴാണ് ജോയിൻ ചെയ്തത്. അപ്പൊ നെക്സ്റ്റ് അക്കാദമിക് ഇയർ തീരാറായി ജോയിൻ ചെയ്തു, ടീച്ചിങ് പ്രാക്ടീസിന് ജോയിൻ ചെയ്തു. റീന അവിടെ പ്ലേസ്ഡ് ആയി, അവരവിടെ ജോബ് റീനയ്ക്ക് കൊടുത്തു. അപ്പൊ വെക്കേഷൻ സമയത്ത് മിക്ക സ്കൂളുകളിലും ടീച്ചേഴ്സിന് ട്രെയിനിങ് ഉണ്ടായിരിക്കും അല്ലെ. ഈ സ്കൂളുകാർ നല്ല ക്വാളിറ്റി ട്രെയിനിങ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റീന പറയുമായിരുന്നു, ഞങ്ങളിങ്ങനെ ഗ്രൂപ്പ് ആക്കിന്ന് 6 പേരുടെ ഗ്രൂപ്പ് ആക്കി ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ടീച്ചേഴ്സിന്. എന്നിട്ട് ഓൺ ദ സ്പോട്ട് ഇവർക്ക് സ്റ്റോറി മേക്കിംഗ് കൊടുത്തു. റീന പറയും എന്ത് പെട്ടെന്നാ ഞങ്ങൾ നല്ലൊരു സ്റ്റോറി ഉണ്ടാക്കിയത്. പിന്നെ റീന റെക്കോർഡിൽ സ്റ്റോറിയും റൈമും നല്ല ഇതായിട്ട് എഴുതാൻ തുടങ്ങി. എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ എവിടെയെങ്കിലും നോക്കി കോപ്പി ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ റീന സ്വന്തമായിട്ട് സ്റ്റോറിയും ഇതായിട്ട്. അതാണ് നമ്മളുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഡെവലപ്പ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടിയുടെ പൊട്ടൻഷ്യലിനെ നമുക്ക് കത്തിച്ചു വിടാൻ പറ്റുള്ളൂ, ട്രിഗർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും കേട്ടോ. സോ ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, ഇത് ഞാൻ റെഡി ആണല്ലോ? അത്രയും പേരുള്ളെങ്കിൽ നിങ്ങൾക്ക് ചാൻസസ് ഉണ്ട്. സോ ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ഒന്ന് വായിക്കാമോ? എനിക്ക് തോന്നുന്നു ഫസ്റ്റ് 2 അല്ല 3 പാരഗ്രാഫ്സ് വായിച്ചോളൂ, ചെറിയ പാരഗ്രാഫ്സ് അല്ലേ. ഈ പേജ് കഴിഞ്ഞ് അടുത്ത പേജിലുള്ളതും കൂടി റെഡി ആമോ പ്ലീസ്?
യെസ് അരളി. Development of imagination and creativity. According to Maria Montessori, these are inborn powers in the child which develop as his mental abilities are developed through his experience as he grows. The child needs practical and ordered perceptions of his environment to be capable of selecting and growing processes necessary for creative endeavors. She believed that to help the child organize his perceptions, he should be free to join with an environment which should be real, beautiful, and harmonious. To be creative, it is important to foster three qualities: power of attention and concentration, autonomy and independence of judgment, which will provide freedom and ability to make his own decisions, and openness to truth and reality. The child should be exposed to reality. Imagination power is Imagination power is of great use for the world because it generates practical applications. It is the process of forming mental images of objects in the absence of the concrete stimuli. It is the mental ability to reflect the images of memory. It is the mental ability to create original images and concepts by connecting the product of past experience. Montessori did not like the children being exposed to fantasies, as she believed fantasies are unreal, aimless, eth- uh, ethereal, and do not give any beneficial base. She wanted children to have experiences that will provide rich and realistic groundwork that they can depend on his growth towards maturity. Dr. Montessori says imagination can have only a sensory basis with a sensory education which prepares for the accurate perceptions of the different details in the qualities of the things is therefore the foundations of the observation of things and of the phenomena which present themselves to our senses, and with this it helps us to collect from the external world the material for the imagination. Okay, okay. Okay, fine. നമ്മുടെ ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ഇതാണ് പറഞ്ഞത്. ഇത് നമുക്ക് പ്ലസും ആകും മൈനസും ആകും, അങ്ങനെ ഒരു കണ്ടീഷൻസ് ഉണ്ട്. അത് നമ്മളാണ് കുട്ടികള് നെഗറ്റീവ് സൈഡിലേക്ക് ഡീവിയേറ്റ് ആകാതെ നോക്കേണ്ട ആളുകൾ നമ്മളാണ്, പാരന്റ്സും ടീച്ചേഴ്സും വീട്ടിലെ മറ്റു ഫാമിലി മെമ്പേഴ്സും. ലൈക്ക് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇമാജിനേഷൻ ഉള്ളതാണ്. അതായത് ഇവര് കഥകൾ വല്ലാതെ പറഞ്ഞുണ്ടാക്കും. സ്കൂളിൽ പോകുമ്പോൾ മിക്ക കുട്ടികൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് പെൻസിൽ നഷ്ടപ്പെടുക, റബ്ബർ നഷ്ടപ്പെടുക, അങ്ങനെയുള്ള ബിലോങ്ങിങ്സ് അവരിട്ടിട്ട് പോരും. ചിലപ്പോൾ സ്കൂളിൽ ഇട്ടിട്ട് പോരണയായിരിക്കും, അങ്ങനെയും സംഭവിക്കാം. അപ്പൊ വീട്ടിൽ എത്തുമ്പോൾ ചോദിക്കുമ്പോഴാണ് ബാഗിൽ ഇതൊന്നും കാണുന്നില്ല എന്ന് കാണുമ്പോൾ ചോദിക്കുമ്പോൾ ഭയങ്കര കഥ ഉണ്ടാക്കും ചില കുട്ടികൾ. വൈറ്റ് ലൈസ് അല്ലെങ്കിൽ ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ ഭയങ്കര ഫാന്റസിയിലേക്ക് അവർ പോവാണ്, കഥകൾ ഉണ്ടാക്കും. അപ്പൊ നമുക്ക് ചിരി വരും അവരുടെ ഈ കഥ കേൾക്കുമ്പോൾ, കാരണം നമുക്ക് മനസ്സിലാവും എവിടെ എന്താ സംഭവിച്ചിട്ടേന്നുള്ളത്. അപ്പൊ ചിരി വരും. പക്ഷെ അത് അവരുടെ ശരിക്കും ഇമാജിനേഷന്റെ ഡെവലപ്മെന്റ് തന്നെയാണ് അവർ ആ കഥ ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ അതിലേക്ക് അവരെ കൂടുതൽ ആക്കരുത്. കാരണം ഇവര് എന്തും ഹൈഡ് ചെയ്യാനായിട്ട് പിന്നീട് അത് ഉപയോഗിക്കരുത്, ആ രീതിയിൽ വരരുത്. പിന്നെ അതുപോലെ വേറെ കേസസ്, വീട്ടിലെ അന്തരീക്ഷം അത്ര സുഖകരമല്ലെങ്കിൽ, മിക്കവാറും ബ്രോക്കൺ ഫാമിലീസ്, അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയിട്ടും, അല്ലെങ്കിൽ പാരന്റ്സിന് നഷ്ടപ്പെട്ട കുട്ടികൾ വേറെ ആരുടെയെങ്കിലും ഒരു തണലില് അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റാത്ത പാരന്റ്സ് അവരുടെ ജോലി കൊണ്ടോ അങ്ങനെ നല്ല മെയ്ഡിനെ ആയിരിക്കും ഏൽപ്പിക്കുന്നത്, കെയർ ഗിവേഴ്സിനെ ഏൽപ്പിക്കും. നല്ല രീതിയിൽ നോക്കുന്ന കെയർ ഗിവേഴ്സ് ഉണ്ട് കേട്ടോ, ഇല്ലാന്നില്ല. പക്ഷെ എന്നാലും അങ്ങനത്തെ കേസസ് ഒക്കെ വരുമ്പോൾ ഇവരുടേതായ ഒരു ലോകം ഉണ്ടാക്കി, കാരണം ഇവർക്ക് ശരിയായ രീതിയിലുള്ള ഒരു കെയർ, അഫെക്ഷൻ, സ്നേഹം ഇതൊന്നും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ ഇവരുടേതായ ഒരു ഫാന്റസി വേൾഡ് ഉണ്ടാക്കി അതിനുള്ളിലേക്ക് പെട്ടുപോകും. അങ്ങനത്തെ
ഒരവസ്ഥയിലേക്ക് പോകും കുട്ടി. അങ്ങനെയുള്ള കുട്ടികൾ വിഡ്രോ ചെയ്യാനായിട്ട് തുടങ്ങും. ശരിയായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും അവരങ്ങ് പിൻവലിഞ്ഞ് നിൽക്കും. വീട്ടിലെ നല്ലൊരു അന്തരീക്ഷമാണെങ്കിൽ ആ കുട്ടി വളരെ ആക്റ്റീവായിരിക്കും. മറ്റു കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിലും ഗെയിംസ്, പല സോഷ്യൽ ഗെയിംസിൽ ഏർപ്പെടുന്നതിനും സ്കൂളിലെ പല ആക്ടിവിറ്റീസിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒക്കെ ഒരു ഡിഫറെന്റ് അങ്ങനെയും കാണാറുണ്ട്. എല്ലാവരും എല്ലാം അങ്ങനെയെന്നല്ല, ഞാനൊന്ന് പറഞ്ഞോന്ന് മാത്രം. അപ്പൊ അങ്ങനെ കുട്ടികൾ കൂടുതൽ ഫാന്റസിയിലേക്ക് പോകാതെ അവരെ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യണം. അതാണ് ഇവിടെ മറിയ മോണ്ടിസോറി പറയുന്നത്. കുട്ടികളെ ഒരിക്കലും ഫാന്റസിയുമായിട്ട് കണക്ട് ചെയ്യരുത്. ഒരു ബാച്ചിൽ ഒരു കുട്ടി പറയായിരുന്നു, അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, നമ്മുടെ കുട്ടിക്കാലത്ത് ഒത്തിരി ഫാന്റസി സ്റ്റോറീസ്, ഫേബിൾസ് അല്ലെ, പല നടോടി കഥകളും അങ്ങനെ പലതും നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ചെറിയ ഒരു പ്രോഗ്രാമായിട്ട് TV-യിൽ കണ്ടിട്ടുണ്ടാകാം. ലൈക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിൻഡ്രല്ല, സ്നോ വൈറ്റ്, അന്നത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ അതായിരുന്നു. സ്നോ വൈറ്റ്, പിന്നെ ആലീസ് ഇൻ വണ്ടർലാൻഡ്. ആലീസ് ഇൻ വണ്ടർലാൻഡ് ഒക്കെ വായിക്കുമ്പോൾ ഞാൻ ശരിക്കും ഒരു ചെറു പ്രായത്തിൽ വായിക്കുമ്പോൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ഒരു ലോകത്തിൽ കൂടെ ഇങ്ങനെ പോണ പോലെയൊക്കെ തോന്നുമായിരുന്നു. പക്ഷെ നമ്മള് പെട്ടെന്ന് തന്നെ അതിൽ നിന്നും നമ്മൾ പുറത്തു വന്നിട്ടുണ്ട്. മേ ബി അത് ഡിജിറ്റൽ വേൾഡ് നമ്മുടെ കാലഘട്ടത്തിൽ, മീൻസ് എന്റെയൊക്കെ കാലഘട്ടത്തിൽ അത്ര ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം അല്ലെ. TV ഒക്കെ തന്നെ വളരെ കുറവാണ് പലയിടത്തും. ഞാൻ വായിച്ചിട്ടുമുണ്ട്, ഇതിന്റെ ഒരു പ്ലേ കണ്ടിട്ടുമുണ്ട്, ആലീസ് ഇൻ വണ്ടർലാൻഡിന്റെ. അതുപോലെ എല്ലാം സ്നോ വൈറ്റ് ഞാൻ വായിച്ചു, സിൻഡ്രല്ലയുടെയും വായിച്ചു, പ്ലേ കാണുകയും ചെയ്തു. ഇപ്പോഴും നമുക്കൊരു റിലാക്സേഷൻ വേണമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഈ സിൻഡ്രല്ല, സ്നോ വൈറ്റ്, അതിന്റെയൊക്കെ മൂവി. ഇപ്പൊ ഡിസ്നി വീണ്ടും പുതിയ രീതിയിൽ ഇറക്കുകയൊക്കെ ചെയ്തിട്ടില്ലേ, അപ്പൊ അതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കത് ഇറ്റ്സ് നോട്ട് റിയൽ എന്നറിയാം. ചെറുപ്പത്തിലും നമ്മളെ ഒത്തിരി അങ്ങോട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുമില്ല. അപ്പൊ ഒരു ക്ലാസ്സിലൊരു കുട്ടി പറയായിരുന്നു, മാം അത് ഈ മറിയ മോണ്ടിസോറി യൂറോപ്യൻ കൺട്രിയിലുള്ളതാണല്ലോ, യൂറോപ്യൻ കൺട്രിയിലെ കുട്ടികളെ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ ഐസൊലേറ്റഡ് പോലെ ആക്കും, ഇൻഡിപെൻഡന്റ് ആക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരെ അങ്ങനെ ഒറ്റയ്ക്ക് എന്നുള്ള രീതിയിൽ ആക്കാറുണ്ടല്ലോ. അപ്പൊ കുട്ടികൾ കൂടുതലും ഇതുപോലുള്ള ഫാന്റസി വേൾഡിലേക്ക് പോകുന്നതുകൊണ്ടായിരിക്കാം മറിയ മോണ്ടിസോറി അതിനെ വളരെ സ്പെസിഫിക് ആയിട്ട് എംഫസൈസ് ചെയ്ത് പറയുന്നത്. മേ ബി ശരിയായിരിക്കാം അല്ലെ, യൂറോപ്യൻ കൺട്രീസിലെ ആ ഒരു രീതി നമ്മളുടെ ഇവിടുത്തെ രീതിയൊക്കെ വ്യത്യസ്തമാണല്ലോ. പക്ഷെ ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഈ ഡിജിറ്റൽ വേൾഡിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണെന്ന് തോന്നുന്നു പല സൂപ്പർ ഹീറോസ്, പല ക്യാരക്ടേഴ്സ് എല്ലാത്തിനെയും അവരങ്ങ് വല്ലാതെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ കുട്ടിയുടെ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി എന്നുള്ളത് അക്കാദമിക് സൈഡിലേക്ക് പല സൈക്കോ അനാലിസ്റ്റുകളും കുട്ടികളുടെ ഡെവലപ്മെന്റ് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ഓരോ പീരീഡിലെ ഡെവലപ്മെന്റും പ്രീവിയസ് പീരീഡിൽ നിന്നുള്ള റിഫ്ലക്ഷൻസ്, പ്രീവിയസ് പീരീഡിൽ അവർക്ക് എന്താണ് ഉണ്ടായത് അതാണ് അവരുടെ ചവിട്ടുപടി അടുത്ത പീരീഡിലേക്ക് പോകാനുള്ളത്. ആ രീതിയിലാണ് ചൈൽഡ് ഡെവലപ്മെന്റ് നടക്കുന്നത് എന്നുള്ളത് രീതിയിൽ പല സൈക്കോ അനാലിസ്റ്റുകളും അവരുടെ ഒബ്സർവേഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് കുട്ടിയുടെ ഒരു പീരീഡിൽ എന്തെങ്കിലും ഡൗൺ ആവുന്ന രീതിയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് പീരീഡിലും അഫക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ. അങ്ങനെ ഓരോ പീരീഡിലും കുട്ടി ശരിയായ രീതിയിൽ വരുവാണെങ്കിൽ അക്കാദമിക്സ് തുടങ്ങുന്ന ആ ഒരു ടൈം ആവുമ്പോൾ ഇതെല്ലാം പോസിറ്റീവ് ആണെങ്കിൽ കുട്ടിയെ അക്കാദമിക് സൈഡിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അതുകൊണ്ടാണ് ഫാന്റസി എത്രിയൽ എന്ന് പറയുന്നത് റിയൽ അല്ലാത്തത്, വ്യാജം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അൺറിയൽ, അങ്ങനത്തെ ഉള്ള കാര്യമാണ് എത്രിയൽ എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടും കണക്ട് ചെയ്യരുത്. നമ്മൾ കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ കെട്ടുകഥകൾ പറഞ്ഞു കൊടുക്കരുതെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അതായത് സൂപ്പർ ഹീറോസിന്റെ റിയൽ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ നടന്ന കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം. നമ്മൾക്കത് പറഞ്ഞു കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ നമ്മുടെ കുട്ടികൾക്ക്. ചെറിയ പ്രായമാണെങ്കിലും നമ്മളുടെ പ്രത്യേകിച്ച് നമ്മളുടെ ഫ്രീഡം ഫൈറ്റേഴ്സ്, അവര് റിയൽ ഹീറോസ് ആണല്ലേ. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്ന കാര്യത്തില് ഭഗത് സിംഗ്, മൗലാന അബ്ദുൽ കലാം ആസാദ്, അങ്ങനെ കുറെ പേരുണ്ട് നമുക്ക്. സുഭാഷ് ചന്ദ്രബോസ്, രാജാറാം മോഹൻ റോയ്, കുറെ ആളുകൾ അന്നത്തെ കുറെ സോഷ്യൽ ഈവിൾസിനെ എഗെയിൻസ്റ്റ് ആയിട്ട് അവരുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ അത് നമ്മൾ പറയുന്ന രീതിയും കൂടിയാണ് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് നല്ല പോലെ അത് കയറും. ഇപ്പം ഭഗത് സിംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ ജാലിയൻ വാലാബാഗ് മസാക്ർ അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിച്ചു. അന്ന് ഭഗത് സിംഗ് ചെറിയൊരു കുട്ടിയാണ്. അപ്പൊ ഭഗത് സിംഗിന്റെ വീടിനോട് അടുത്തുള്ള ആ ഒരു പ്രദേശത്താണ് ഇത് സംഭവിച്ചത്. എന്നിട്ട് ആ കുട്ടി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് രാത്രി അവിടെ കാവൽക്കാരൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് അവിടെ ചെന്നു. അപ്പൊ മണ്ണിലൊക്കെ മുഴുവൻ ചോര പുരണ്ട് കിടക്കുക. ആ കുട്ടി ചെന്ന് അതിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത്
ഒരു ബാഗിലാക്കി അവിടെ നിന്ന് ഓടി വീട്ടിലെത്തുവാണ്. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് ആള് ശബ്ദം ചെയ്യുവാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അത് അനീതി അങ്ങനെയുള്ള ഇതിനെതിരെ ഞാൻ പോരാടും എന്ന് പറഞ്ഞ് ആ കുട്ടി ശബ്ദം ചെയ്യുന്നതാണ്. അപ്പൊ അതൊക്കെ നമുക്ക് കുട്ടികളുടെ രീതിയിൽ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അതിനെപ്പറ്റി അങ്ങനെ ഒരു അവരുടെ ഉള്ളിലേക്ക് കയറും. അപ്പം റേമോണ്ടിസോറി പറയുന്ന റിയൽ സ്റ്റോറീസ് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവരെ റോൾ പ്ലേ ചെയ്യിക്കുമ്പോൾ അവർ കാണുന്ന റിയൽ ഇൻസിഡന്റുമായിട്ട് കണക്ട് ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കണം. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ടീച്ചറും കുട്ടി അവർ കാണുന്ന ആളെ, ഡോക്ടർ നഴ്സ് അവർ കാണുന്ന കാര്യങ്ങൾ, ഫാദർ ആൻഡ് മദർ പാരന്റ്സ് ആ ഒരു രീതിയിലും, പിന്നെ ഷോപ്പ് കീപ്പർ ആൻഡ് കസ്റ്റമർ, അങ്ങനെ ഫ്രൂട്ട് സെല്ലർ ആൻഡ് കസ്റ്റമർ, അങ്ങനെയുള്ള രീതിയിലുള്ള അവർ കാണുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ളതുമായിട്ട് റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യണമെന്നാണ് മറിയം മോണ്ടിസോറി പറയുന്നത്. അതാണ് കുട്ടികളുടെ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റിയെ കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നതെന്നാണ് മറിയം മോണ്ടിസോറി പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ വളരുന്ന എൻവിയോൺമെന്റ് റിയൽ ആയിരിക്കണം, ബ്യൂട്ടിഫുൾ ആയിരിക്കണം, അതുപോലെ തന്നെ ഹാർമോണിയസ്, എല്ലാം കൊണ്ടും നല്ല അവർക്ക് അവരുടെ ഗ്രോത്തിനെ അല്ലെങ്കിൽ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എൻവിയോൺമെന്റ് ആയിരിക്കണം. പിന്നെ ഇങ്ങനെ ക്രിയേറ്റീവ് ആകാനായിട്ട് 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഫോസ്റ്റർ ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം, വളർത്തിയെടുക്കണം. പവർ ഓഫ് അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, കുഞ്ഞുങ്ങളുടെ പവർ ഓഫ് അറ്റൻഷനും കോൺസെൻട്രേഷനും വരാനുണ്ടായ കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവരിരുന്ന് ചെയ്തത് കൊണ്ടാണ്, അവരതിൽ ശ്രദ്ധിച്ചു. ഇനി ഓട്ടോണമി, ആ ഒരു ഇത് തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്. അവർക്ക് ജഡ്ജ് ചെയ്യാം, അവരുടെ കാര്യം, അവർ ചെയ്യുന്ന കാര്യങ്ങളെ തന്നെ ജഡ്ജ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി. അങ്ങനെ അവർക്ക് ഓൺ ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ അവരെ കൂടുതൽ റിയാലിറ്റിയുമായിട്ട് എക്സ്പോസ് ചെയ്യുക, കണക്ട് ചെയ്യുക എന്നുള്ളതാണ് മറിയം മോണ്ടിസോറി പറയുന്നത്. പിന്നെ ഇമാജിനേഷൻ, അവരുടെ ഇമാജിനേഷൻ പവർ വളരെ കൂടുതലായിരിക്കും. അവരെ എൻവിയോൺമെന്റുമായിട്ട്, നമ്മുടെ ലോകവുമായിട്ട് അവരെ കണക്ട് ചെയ്യുക. അപ്പൊ അവരുടെ ഇമാജിനേറ്റീവ് പവർ കൂടും. പല സാധനങ്ങളും കാണുമ്പോൾ ഇവരുടെ മനസ്സിൽ അതിന്റെ മെന്റൽ ഇമേജ് ഇങ്ങനെ നിൽക്കും. പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും അവർ ആ മെന്റൽ ഇമേജിനെ റിട്രീവ് ചെയ്ത് അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് അവർ ചെയ്യുന്ന ആക്ടിവിറ്റി. അപ്പൊ ഒരു ആനയെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ആന എന്ന് പറയുമ്പോൾ നല്ല വലുപ്പമുള്ള ഒരു അനിമലാന്നുള്ള ഒരു കൺസെപ്റ്റ് ഇവരുടെ മെമ്മറിയിലേക്ക് സ്റ്റോർ ആയിട്ടുണ്ടാവും, ഒരു മെന്റൽ ഇമേജ് ആയിട്ട്. ചില കുട്ടികൾ അതിനെ വരയ്ക്കാൻ നോക്കും പേപ്പറിലേക്ക്, ചില കുട്ടികൾ ആനയെ പോലെ നടക്കാനും ശബ്ദം ഉണ്ടാക്കാനായിട്ട് നോക്കും. അങ്ങനെ പലതും പല കാര്യങ്ങളും ചെയ്യും. അതാണ് ഇമാജിനേഷൻ പവർ. അവർ കാണുന്ന കാര്യങ്ങളെ അവർ മെന്റൽ ഇമേജ് ആക്കി വെച്ച് പിന്നീട് ത്രൂ അവരുടെ ആക്ഷൻസിലൂടെ അവരതിനെ റിഫ്ലക്ട് ചെയ്യും. ഒരു കാറ് കാണുമ്പോൾ കുട്ടി പിന്നെ കാർ ഓടിക്കുന്ന പോലെയോ കാറ് വരയ്ക്കുന്ന പോലെയോ അല്ലെങ്കിൽ കാറ് പോലെ തന്നെ മോഡൽസ് ഉണ്ടാക്കുവോ, അങ്ങനെ അവരുടെ ഏജിനനുസരിച്ച് അവർ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യും. പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ ഓരോ കാര്യങ്ങളും, അതാ പറഞ്ഞ പ്രീവിയസ് പീരീഡിൽ നിന്നാണ് അടുത്ത പീരീഡിലേക്കുള്ള അവരുടെ വളർച്ച വരുന്നത്. ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത് പ്രീവിയസ് പീരീഡ്. ചെറിയ കുട്ടിയല്ലേ, വലുതാകുമ്പോൾ എല്ലാം ശരിയാക്കാം എന്നുള്ള രീതിയിൽ നിൽക്കരുത്. അത് ചെറുതല്ലേ, ചെയ്തോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ശരിയല്ലാത്ത രീതിയിലുള്ള കാര്യം വരും. ഓക്കെ, സോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി താഴെ വരുന്നത്. ഓക്കെ, താഴെ 2 പാരഗ്രാഫ് ഉണ്ട്. അതില് കുട്ടിയുടെ ഇമാജിനേഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആൽഫബറ്റ്സ് യൂസ് ചെയ്ത് നമ്പർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ 2 കാര്യം ആരെങ്കിലും ഒന്ന് വായിച്ചു. ഡോക്ടർ മോണ്ടിസോറി സേസ് വായിച്ചിരുന്നു. ഞാൻ വായിക്കാം. Dr. Montessori says imagination can have only a sensory basis. The sensory education which prepares for the accurate perceptions of the different detail in the qualities of the things is therefore the foundation of the observation of things and of the phenomena which present themselves to our senses, and with this it helps us to collect from the external world the material for the imagination. To develop child's imagination, he should be provided with first a lot of experience with the real things, concrete manipulation with a concrete object,
Read real stories to children. Freedom. Chance to connect with nature. Sensorial education as indirect preparation for later learning through imagination and abstraction. Truth and reality. Cosmic access to the cultural subject responds to the child's need for knowledge and truth. ഒരു കാര്യം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞോന്നറിയില്ല, നിങ്ങൾക്ക് ക്ലാസ് ലീഡ് ചെയ്യാട്ടോ, ഞാൻ തന്നെ ചെയ്ത് ബോറടിക്കണ്ട. കാരണം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന പോർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് പറയുവാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഓൺ എക്സ്പീരിയൻസിൽ നിന്നോ കണ്ടിട്ടുള്ള കാഴ്ചകളിൽ നിന്നോ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ ഏതെങ്കിലും കുട്ടികളെ ഒബ്സർവ് ചെയ്തതിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ. ഓക്കെ, നോ പ്രോബ്ലം. ഇത് ഇപ്പൊ പറഞ്ഞ 2 പാരഗ്രാഫ് ആർക്കെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? മീൻസ് പറഞ്ഞു തരാൻ പറ്റുമോ? മീൻസ് റീഡ് ചെയ്യാൻ പറ്റുമോ ക്ലാസ്? ജസ്റ്റ് ശ്രമിക്കും, നമുക്ക് ആഡ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആരെങ്കിലും ഉണ്ടോ? ശ്രമിച്ചോ കമിസേ? മോണ്ടിസോറി പറയണത് ഇമാജിനേഷൻ എന്ന് പറയണത് നമ്മുടെ സെൻസ് ഓർഗനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു കാര്യം ഒരു കുട്ടി കാണുമ്പോൾ അതിനെ കുറിച്ചിട്ട് അത് കുട്ടി ഇമാജിൻ ചെയ്യാണ്. ഇപ്പോൾ ഒരു ബസ് അല്ലെങ്കിൽ കുട്ടി ബോയ്സിന്റെ ഒക്കെ ഇതിൽ അവരൊരു ബൈക്കൊക്കെ പോണ കാണുമ്പോൾ ആ ബൈക്കിന്റെ സൗണ്ട് അതൊക്കെ അവരവരുടെ ഇമാജിനിൽ കണ്ടിട്ട് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ അത് പോണ് കാണുമ്പോൾ പിന്നെ അവരത് ഇമാജിൻ ചെയ്ത് അവരത് വരച്ച് അങ്ങനെ അവരതിനെ കുറിച്ചിട്ട് തന്നെ അങ്ങനെ അവരുടെ തോട്ടുകൾ ഡെവലപ്പ് ചെയ്യും. ഫൗണ്ടേഷൻ ഓഫ് ദ ഒബ്സർവേഷൻ തിങ്സ് ആൻഡ് ഫിനോമിന. അതിന്റെ ഏറ്റവും വലിയ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ആണ്. ഒരു വസ്തുവിനെ ആ കുട്ടി കാണുമ്പോൾ അതിനെ നന്നായി ഒബ്സർവ് ചെയ്ത് അവര് കാണുക, പിന്നെ അതിനെ കേൾക്കുക, അതിനെ മനസ്സിലാക്കുക, അതിനെ തൊട്ട് നോക്കുക, അങ്ങനെയൊക്കെ. അപ്പൊ ആ കുട്ടിക്ക് ആ സെൻസ് ഓർഗൻ വെച്ചിട്ട് അത് എന്താണോ മനസ്സിലാവുന്നത് അത് വെച്ചിട്ടാണ് കുട്ടി അതിനെ ഒബ്സർവ് ചെയ്തിട്ട് അവന്റെ മൈൻഡിൽ അത് ഡെവലപ്പ് ചെയ്യണത്. അതാണ് സെൻസറി ഇമാജിനേഷൻ. മനസ്സിലായത്? പിന്നെ പറയണത് ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് വിത്ത് റിയൽ തിങ്സ്. ഇപ്പൊ വസ്തുക്കളെ കുറിച്ചിട്ട് കുട്ടികൾക്ക് ഒരു റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ഒരു വസ്തു കണ്ടിട്ട് അതിനെ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നാണ് കുട്ടികൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുക. പിന്നെ കോൺക്രീറ്റ് മാനിപ്പുലേഷൻ വിത്ത് കോൺക്രീറ്റ് ഓബ്ജക്റ്റ്. വസ്തുക്കളെ കാണുമ്പോൾ അത് വെച്ചിട്ട് അവർക്ക് പിന്നെയും അവരുടെ മനസ്സിൽ വരണ കാര്യങ്ങൾ ഒന്നും കൂടി അതിനെ കുറിച്ചിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മനസ്സിൽ ഇന്നതാണ് കണ്ടത് അത് അങ്ങനെ വരയ്ക്കാനും അവരതിനെ കുറിച്ച് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാൻ തോന്നും. റീഡ് റിയൽ സ്റ്റോറീസ് ടു ചിൽഡ്രൻ. കുട്ടികൾക്ക് നടന്നിട്ടുള്ള കാര്യങ്ങൾ അതിൽ റിയൽ ഹീറോസിനെ കുറിച്ചിട്ടുള്ള കഥകളും പിന്നെ നമ്മുടെ ചുറ്റുവട്ടത്ത് മുന്നേ ഉണ്ടായിരുന്ന സാമൂഹ്യ നേതാക്കളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതേപോലെ നല്ല പേഴ്സണാലിറ്റീനെ കുറിച്ചിട്ടൊക്കെ ഉള്ള സ്റ്റോറീസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന്റെ ഒരു ബോധം. എന്തിനാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുകൊണ്ട് എന്തൊക്കെയാണ് ഒരു കുട്ടിക്ക് എന്തൊക്കെ രീതിയിൽ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കാൻ പറ്റും, അതെങ്ങനെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്, കുട്ടികളെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്, അതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുക്കാം. ചാൻസ് ടു കണക്ട് വിത്ത് നേച്ചർ. എപ്പോഴും കുട്ടികളെ നേച്ചറായിട്ട് കണക്ട് ചെയ്യാൻ നോക്കണം. നമ്മളിപ്പോ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കുകയാണെങ്കിലും അത് പ്രകൃതിയിൽ നിന്ന് കിട്ടണത്. ഇപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വാങ്ങിക്കാണ്ട് എന്തെങ്കിലും ഇപ്പോൾ വസ്തുക്കൾ ഉണ്ടാക്കുമ്പോൾ അത് പ്രകൃതിയിൽ നിന്ന് കിട്ടണ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാനും പ്രകൃതിയായിട്ട് കൂടുതൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാനും ശ്രദ്ധിക്കണം. സെൻസോറിയൽ എഡ്യൂക്കേഷൻ ആസ് എ ഇൻഡയറക്റ്റ് പ്രിപ്പറേഷൻ ഫോർ ലേറ്റർ ലേണിംഗ് ത്രൂ ഇമാജിനേഷൻ ആൻഡ് അബ്സ്ട്രാക്ഷൻ. സെൻസോറിയൽ എഡ്യൂക്കേഷൻ നമ്മുടെ സെൻസറി ഓർഗൻസ് വെച്ചിട്ട് കുട്ടികൾക്ക് അത് വെച്ചിട്ട് കണ്ടും കേട്ടും തൊട്ടും അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ട്രൂത്ത് ആൻഡ് റിയാലിറ്റി. എപ്പോഴും കുട്ടികൾക്ക് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. പിന്നെ റിയാലിറ്റി, അതിലൊരുള്ള റിയാലിറ്റി ഉണ്ടാവണം. നമ്മൾ ഇമാജിനേഷൻ ചെയ്തിട്ട് സ്റ്റോറി ഒക്കെ ഉണ്ടാക്കുമ്പോൾ റിയൽ ഹീറോസിനെ കുറിച്ചിട്ടൊക്കെ മിത്തുകൾ ഒക്കെ ആവുമ്പോൾ ഇല്ലാത്ത കഥകളൊന്നും നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കുട്ടികളുടെ ചിന്തകൾക്ക് അത് കുറച്ച് ബാഡായിട്ടുണ്ടാവും. കോസ്മിക് ആക്സസ് ടു ദ കൾച്ചറൽ സബ്ജക്ട് റെസ്പോണ്ട് ടു ചൈൽഡ് നീഡ് ഫോർ നോളജ് ആൻഡ് ട്രൂത്ത്. കുട്ടികൾക്ക് എപ്പോഴും
അറിവുണ്ടാവണത്. ഒരു ട്രൂത്ത് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഉള്ള നോളജ് വേണം കുട്ടികൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് അങ്ങനെ മിത്തുകളോ അങ്ങനത്തെ കെട്ടുകഥകളിൽ നിന്നുള്ള അങ്ങനെയൊന്നല്ല, റിയൽ ആയിട്ടുള്ള സ്റ്റോറീസും അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്നുള്ള അറിവാണ് എപ്പോഴും കുട്ടികളുടെ ഡെവലപ്മെന്റിന് സഹായിക്കുള്ളൂ. അങ്ങനെയൊക്കെയാണ് തോന്നുന്നുണ്ട്. വെരി ഗുഡ്. പ്രസന്റ് ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോസ്മിക് ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കുട്ടിയെ ലിമിറ്റ് ചെയ്യിക്കരുത്. അതായത് മാക്സിമം വൈഡ് ആയിട്ട് കോസ്മിക് വൈഡ് ആയിട്ടുള്ള ആക്സസ്, ആ ഒരു എന്താണോ കുട്ടിയുടെ നീഡ് അനുസരിച്ച് അതിനനുസരിച്ച് വൈഡ് ആയിട്ടുള്ള ആക്സസ് കൊടുക്കണം. പല കാര്യങ്ങളും മനസ്സിലാക്കാൻ റിയാലിറ്റിയുമായിട്ടും നേച്ചറുമായിട്ടും കണക്ട് ചെയ്യുന്ന നോളജ്, ട്രൂത്ത് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന വൈഡ് ആക്സസ് കൊടുക്കണം. പലപ്പോഴും കുട്ടി പല ഡൗട്ടും ചോദിക്കുമ്പോൾ അവിടെ അങ്ങ് അറസ്റ്റ് ചെയ്യും, പറഞ്ഞു കൊടുക്കില്ല ശരിയായ രീതിയിൽ. കുട്ടിയുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്കത് പറഞ്ഞു കൊടുക്കാം പല കാര്യങ്ങളും. ഓക്കെ, അപ്പൊ ഇത് സുബിത നല്ല ഇതായിട്ട് പറഞ്ഞു, അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സെൻസറി എഡ്യൂക്കേഷൻ, സെൻസറി മെത്തേഡാണ് ശരിക്കും മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. കുട്ടിയുടെ സെൻസസ്, ആ സെൻസസിന്റെ പവർ യൂസ് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അതൊരു ഇൻഡയറക്റ്റ് പ്രിപ്പറേഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിൽക്കാലത്ത് അവർ പഠിക്കുന്നത് 6 വയസ്സ് വരെയും ഇതുപോലെ സെൻസറി എഡ്യൂക്കേഷനിലൂടെ കടന്നു പോകുന്ന കുട്ടി പിന്നീട് ഏത് ക്ലാസ്സിൽ പോയാലും അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട്. നമുക്ക് പല മെറ്റീരിയൽസും ഉണ്ട് ഇതിനകത്ത്. ബൈനോമിയൽ ക്യൂബ്സ്, ട്രൈനോമിയൽ സ്ക്വയേഴ്സ്, അങ്ങനെ പല രീതിയിലും മെറ്റീരിയൽസ് ഉണ്ട്. നമ്മൾ ഓൾജിബ്രയൊക്കെ പഠിച്ചത് ഐഡന്റിറ്റീസ് ഇല്ലേ, a+b² a-b² a+b³ അങ്ങനെ പലതും പഠിച്ചത് നമ്മൾ കുറച്ചുകൂടെ വലിയ ക്ലാസ്സിൽ ചെന്നിട്ടല്ലേ, കൂടി വന്ന 8ാം ക്ലാസ് 9ാം ക്ലാസ് 8ാം ക്ലാസ് അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ ആ ഒരു ഹയർ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് പഠിക്കുന്നത്. പക്ഷെ ഈ ഒരു കൺസെപ്റ്റ് കുട്ടി ഈ 6 വയസ്സിനുള്ളിൽ തന്നെ മനസ്സിലാക്കുന്നു. അത് നമ്മൾ ഓൾജിബ്ര ആണെന്നും a+b² ഐഡന്റിറ്റി ആണെന്നൊന്നും പറഞ്ഞ് കുട്ടിയെ കൺഫ്യൂസ് ചെയ്യിക്കുകയോ പേടിപ്പിക്കുകയോ ചെയ്യുന്നില്ല. കുട്ടിക്ക് അതിന്റെ എക്സ്പാൻഷൻ, ഫോർ എക്സാമ്പിൾ a+b² നമ്മള് വളരെ കാണാതെ പഠിച്ച് പലയിടത്തും അപ്ലൈ ചെയ്ത് ഒക്കെ നമുക്കറിയാം, ശരിയാണ്, നമുക്കിപ്പോ അതറിയാം. പക്ഷെ ഈ ഒരു a+b² അത് എങ്ങനെ ഒരു പിക്ചർ നോക്കി മനസ്സിലാക്കാന്നുള്ളത് നമ്മൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അത് പ്രാക്ടിക്കൽ സെഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എങ്ങനെ a+b² a²b² ab 2ab വരുന്നു അല്ലെ, 2ab ചേരുന്നു, ഇപ്പൊ 2ab ആകുന്നു. ഇതൊക്കെ എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മള് പ്രാക്ടിക്കൽ സെഷനിൽ മനസ്സിലാവും. അത് ത്രൂ പിക്ചർ, ഇമേജസ്, ഷേപ്സിലൂടെയാണ് കുട്ടികൾ മനസ്സിലാക്കുന്നത്. അതാണ് സെൻസോറിയൽ എഡ്യൂക്കേഷൻ. അവരുടെ ഇൻഡയറക്റ്റ് പ്രിപ്പറേഷൻ ആണ് പിന്നീടുള്ള അവരുടെ അക്കാദമിക്സിലേക്കുള്ളത്. റിയാലിറ്റിയുമായിട്ടും ട്രൂത്ത് ആയിട്ടും ഇവരെ കണക്ട് ചെയ്ത് വേണം ഇവരെ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യിക്കാൻ. നമ്മൾ ഹെലൻ കെല്ലറിന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ ഹെലൻ കെല്ലറെ കുറിച്ചിട്ട് സെമിനാർ എടുത്തിട്ടുണ്ടോ ക്ലാസ്സിൽ? എടുത്തിരുന്നു അല്ലെ? ഹെലൻ പഠിച്ചത് സെൻസസ് യൂസ് ചെയ്തിട്ടല്ലേ? ഹെലന് 2 സെൻസ് നഷ്ടമായിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? കേൾവി അല്ലെ? കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ട ഒരു കുട്ടിയായിരുന്നു ഹെലൻ. നമ്മളുടെ സംസാരിക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ തന്നെ കേൾക്കുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്, അതല്ലേ? ഞാൻ പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അതേസമയം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടില്ലെങ്കിൽ എനിക്ക് എന്ത് ഫ്രസ്ട്രേഷൻ ആയിരിക്കും, ശരിയാണോ? അപ്പൊ അത് അപ്പൊ ഹെലന് ശരിക്കും സംസാരിക്കാൻ പറ്റുമെങ്കിൽ കൂടിയും കേൾക്കാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് അതിന് വളരെയധികം ബുദ്ധിമുട്ട് ഹെലൻ പ്രയാസം അനുഭവിച്ചിരുന്നു. ഈ ഹെലൻ സെൻസസ് യൂസ് ചെയ്തിട്ടാണ് ഹെലൻ ഇന്ന് ലോകം അറിയുന്ന ഹെലൻ കെല്ലർ ആയിട്ട് മാറിയത്. അതിന്റെ പുറകില് ഹെലന്റെ ടീച്ചറുടെ നല്ലൊരു പങ്കുണ്ടായിരുന്നു. അനീസ് എത്രയോ വർഷങ്ങളോളം 40 വർഷത്തിന് മുകളില് ഹെലന്റെ കൂടെ ഒരു കമ്പാനിയനായിട്ട് നിഴല് പോലെ ഹെലന്റെ കൂടെ ഉണ്ടായിരുന്നു. ഹെലന്റെ എല്ലാ കാര്യങ്ങളിലും താങ്ങായിട്ടും ഒക്കെ അനീസ് ഉണ്ടായിരുന്നു. ഹെലൻ വെറുതെ ഇരുന്നില്ല, വളരെയധികം കഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഹെലൻ വർക്ക് ചെയ്തത്. അവരുടെ ആവശ്യങ്ങൾക്ക് ഹെലൻ പ്രാധാന്യം കൊടുത്തു. അവർക്ക് വേണ്ടിയിട്ട് ഹെലൻ സംസാരിച്ചു. അവരുടെ നീഡ്സ് അവർക്ക് വാങ്ങിക്കൊടുത്തു. കണ്ണുമില്ല ചെവിയുമില്ലാത്ത ഒരാൾക്ക് ഇത് ചെയ്യാമെങ്കിൽ നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾക്ക് ഈ 5 സെൻസ് ഉണ്ടായിട്ടും നമ്മൾ വി ആർ ജസ്റ്റ്
എന്താ പറയാ, നമുക്ക് മടിക്കുന്നു ഒരു സ്റ്റോറി എഴുതാൻ, ഒരു റൈം എഴുതാൻ ഒക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മളൊന്ന് മടിച്ചു പോകും. അപ്പം ഹെലൻ എത്രയോ ഹെലൻ ഒരു ഒറേറ്ററാണ്, പ്രഭാഷകയാണ്. ഹെലൻ എത്രയോ ബുക്കുകൾ എഴുതിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആലോചിച്ചു നോക്കും. ഓക്കെ ഫൈൻ. സോ ഇതാണ് ഇപ്പൊ പറഞ്ഞത്, ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. അത് സെൻസറി ബേസിസ് തന്നെ നടക്കണം. അപ്പൊ അവര് റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്താൽ അവരുടെ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി അത് ഫാന്റസിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല. അവർ ശരിയായ രീതിയിൽ തന്നെ അവരുടെ ചിന്ത പോകും എന്നാണ് മറിയം മോണ്ടിസോറി പറയുന്നത്. ഈ ഒരു പ്രോസസ്സിൽ 5 സ്റ്റേജിലൂടെ കുട്ടി കടന്നു പോകുന്നു എന്നാണ് നെക്സ്റ്റ് ടോപ്പിക്കില് മറിയം മോണ്ടിസോറി പറയുന്നത്. നമുക്കത് എന്താന്ന് നോക്കാം. 5 സ്റ്റേജസ്. 5 സ്റ്റേജ് ഒന്ന് ആരെങ്കിലും വായിക്കാമോ? ചെറിയ രീതിയിലേ ഉള്ളൂ. ഞാൻ വായിക്കാം. The child will go through 5 stages in the process. The first stage is when the child is absorbing the surroundings. He takes in all that is around him and it becomes a part of him. Second stage is assimilating all the information he sees. He will order the information until he gets an understanding of it. That's why the presentation must be clear and consistent, and the idea you are teaching isolated. Third stage is when the child becomes familiar with the idea and wants to practice. There is a need for repetition in which the discovers new things. Fourth stage is when the child is using his imagination and he makes connections between the materials and the surroundings. Fifth stage is when the child is doing creative action or spontaneous activity. To encourage this creativity in the classroom, we must look at certain areas such as. Okay, ma'am. സച്ചാസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറെ ടേബിൾ താഴെ തന്നിട്ടുണ്ട്, അതിലേക്ക് പോകാം. അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് ആ സ്റ്റേജസ് ഒന്ന് നോക്കാം. 5 സ്റ്റേജസ്. ആ ഒരു ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റിയിലൂടെ പോകുമ്പോൾ കുട്ടികൾ 5 സ്റ്റേജസിലൂടെ കടന്നു പോകുന്നു. ഫസ്റ്റ് സ്റ്റേജ്, എല്ലാ കാര്യങ്ങളും സറൗണ്ടിങ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നു. കിളിയുടെ ശബ്ദം, എന്തിനെങ്കിലും കാണുന്ന, ചിലപ്പോ ഒരു പുഴു ഇങ്ങനെ പോകുന്ന തന്നെ ഇവര് ശ്രദ്ധിച്ച് ഇങ്ങനെ നോക്കി നിൽക്കും. അതെങ്ങനെയാ പോകുന്നത്, ചിലപ്പോ കയ്യിലെടുക്കും, അവർക്ക് അറിയില്ല. അങ്ങനെ കുഞ്ഞു കുട്ടികൾ ചെയ്യണം നമ്മൾ കാണാറുണ്ടല്ലേ. അല്ലാത്ത ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും അവർ ഈ കാര്യം ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ ചുറ്റും കാണുന്നതൊക്കെ അവന്റെ ലൈഫിൽ അവന്റെ ഒരു പാർട്ടായിട്ട് മാറും. ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ എക്സ്പ്ലോർ ചെയ്യുന്ന വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വീടും പരിസരവും, അവൻ പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത്. വലിയ ആൾക്കാരൊക്കെയാണല്ലോ വലിയ വലിയ യാത്രകൾ നടത്തി പോകുന്നത്. പിന്നെ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ അത് അവന്റെ ലോകം എന്ന് പറയുന്നത് അത്രയാണ്. കുറെ കൂടെ കഴിയുമ്പോഴാണ് അതിങ്ങനെ വൈഡായിട്ട് മാറുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കാര്യങ്ങൾ അസിമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അബ്സോർബ് ചെയ്യാന്ന് പറഞ്ഞാൽ ടേക്ക് അപ്പ് മെന്റലി, മനസ്സുകൊണ്ട് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്തെടുക്കുക. നമ്മൾ പറഞ്ഞു അബ്സോർബൻ മൈൻഡാണെന്ന് പറഞ്ഞു അല്ലെ. എല്ലാം ഇങ്ങനെ മെന്റലി ഒക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക. ഒരു നോളജ് ആണെങ്കിൽ നോളജ് വാട്ടവർ എല്ലാം ഇങ്ങനെ എന്താ പറയുക, നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുമ്പോൾ ഡൈജസ്റ്റ് ആവുന്നില്ലേ, അതുപോലെ ഇത് ഇൻഫർമേഷൻസ് എല്ലാം മനസ്സിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷന് ആൾക്കൊരു ഓർഡർ ഉണ്ടായിരിക്കും. ഇതാണ് ആദ്യം, ഇത് കഴിഞ്ഞ് ഇത്, അങ്ങനെ ഇങ്ങനെയുള്ള രീതിയിലുള്ള ഓർഡർ ഉണ്ടാവും. ഇപ്പൊ മോർണിംഗ് കുട്ടി എണീക്കുമ്പോ കുട്ടി എല്ലാ ദിവസവും കാണുന്ന പല പല കാഴ്ചകൾ ഉണ്ടായിരിക്കാം അല്ലെ. അത് ഇപ്പൊ കുട്ടിക്ക് അറിയാം രാവിലെ എണീറ്റ ഈ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇത്ര സമയമാകുമ്പോഴേക്കും പപ്പ ജോലിക്ക് പോകുന്നു, ചേച്ചിയോ ചേട്ടനോ അറിയണമെങ്കിൽ അവർ സ്കൂളിൽ പോകുന്നു, ടാറ്റയൊക്കെ കൊടുത്തവരെ പറഞ്ഞുവിടും. ഇത്ര സമയമാകുമ്പോൾ അവർ തിരിച്ചു വരുന്നറിയാം. പപ്പയുടെ വണ്ടിയുടെ ഓണോ എന്തെങ്കിലും കേൾക്കുമ്പോൾ അപ്പൊ തന്നെ ആൾക്കറിയാം. ഇതെല്ലാം കുട്ടിയുടെ മനസ്സിലൊരു ഓർഡറാണ്, ഒരു മെന്റൽ ഡെവലപ്മെന്റിന്റെ ഭാഗമാണത്. ഇതെല്ലാം ഇങ്ങനെ ഓർഡർ ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ പറയില്ലേ, ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കണത് എന്നൊക്കെ പറയില്ലേ, വരാറായി അതുകൊണ്ട് അവനറിയാം നോക്കി നിൽക്കുകയാണെന്നോ, അല്ലെങ്കിൽ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഓടി ചെല്ലുന്നു.
വണ്ടിയുടെ ശബ്ദം കേട്ടോ അവന് മനസ്സിലായി അവന്റെ പപ്പ വരുവാണെന്ന്. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ പറ്റിയിട്ട് പ്രായമായവര് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പറയാറുണ്ടല്ലേ. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം ഇവരിങ്ങനെ മനസ്സിലാക്കി അതൊരു ഓർഡറിലാക്കി വെക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മളൊരു കുഞ്ഞിന് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ക്ലിയർ ആയിരിക്കണം. നമ്മളുടെ പ്രസന്റേഷൻ, നമ്മളൊരു തെറ്റ് അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോ കൺഫ്യൂസ്ഡ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും കുട്ടിയുടെ ഉള്ളിലേക്ക് അത് ശരിയായ രീതിയിൽ എത്തില്ല. ഇപ്പൊ തെറ്റാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അവരും അതും അങ്ങനെ തന്നെ വിഴുങ്ങും, അവരത് റിപ്പീറ്റ് ചെയ്യും. നമ്മൾ കേട്ടിട്ടില്ലേ, ആശാൻ ഒന്ന് പിഴച്ചാൽ കുട്ടികൾക്ക് എല്ലാം പിഴയ്ക്കുന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം, അവർക്കൊരു ഡൗട്ട്സും ഉണ്ടാകരുത്. ക്ലിയർ കൺസിസ്റ്റന്റ് ആയിരിക്കണം. കാരണം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ അവരെ ഒറ്റയ്ക്കാക്കിയിട്ട് നമ്മൾ മാറി നിന്ന് അവരെ ഒബ്സർവ് ചെയ്യാം, അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ. അപ്പൊ അതുകൊണ്ട് കുട്ടിക്ക് കൺഫ്യൂഷൻ ഉണ്ടാകരുത്, കുട്ടി റോങ് വേയിൽ ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യരുത്. ഇതാണ്. ഓക്കെ, ആസ് എ ടീച്ചർ ഞങ്ങളും ശ്രദ്ധിക്കണം. നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരുമ്പോ അതുപോലെ തന്നെ നമ്മൾ നാളെ ചെന്നിട്ട് കുറെ കുട്ടികളെ മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവിടെ എന്റെ കുട്ടികൾ പഠിച്ച സ്കൂളില് ഒരു സബ്ജക്ട് എടുക്കുന്ന ടീച്ചർ കണ്ടിന്യൂസ് മിസ്റ്റേക്ക് വരുത്തുന്നു. അപ്പം ചെറിയ ക്ലാസ്സിലൊക്കെ ഞാൻ എന്ത് ചെയ്തു, കറക്റ്റ് ചെയ്ത് കൊടുത്തു വിട്ടു. ഇച്ചിരി വലിയ ക്ലാസ്സിലെത്തിയപ്പോ മോൾ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി, അത് തെറ്റാണല്ലോ പറഞ്ഞതെന്ന്. അപ്പൊ ഞാൻ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിലൊന്ന് പെടുത്തി. അവര് ശരിയാക്കിക്കോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു കാര്യം സംഭവം ഉണ്ടായിരുന്നു. അപ്പം ടീച്ചർ ഒന്നും മിസ്റ്റേക്ക് ആയി കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് അത് മനസ്സിലാവും മിസ്റ്റേക്ക് എന്നുള്ളത്, ചിലതറിയാതെ അതങ്ങനെ തന്നെ ഫോളോ ചെയ്തു പോകും. തേർഡ് സ്റ്റേജ്, പിന്നെ കുട്ടിക്ക് ആ ഐഡിയ കിട്ടി, നമ്മൾ ശരിയായ രീതിയിൽ ഡെമോൺസ്ട്രേഷൻ കൊടുത്തു, കുട്ടിക്ക് ആ ഒരു ഐഡിയ കിട്ടി, ഫെമിലിയർ ആയി ആ ഒരു ഐഡിയ ആയിട്ട് കുട്ടി അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നെന്ന് വിചാരിച്ചു. പിന്നെ ചെയ്ത കാര്യങ്ങൾ അവർ റിപ്പീറ്റ് ചെയ്യും, പുതിയ പുതിയ രീതിയിൽ അവർ ചിലപ്പോൾ ചെയ്ത് നോക്കാനായിട്ട് തുടങ്ങും. ഇതൊക്കെ ഇവരുടെ ഡെവലപ്മെന്റും ഇമാജിനേഷനും. സാധാരണ കുട്ടികൾക്ക് പിങ്ക് ടവർ നമ്മൾ പറഞ്ഞു കൊടുക്കും, അതുപോലെ തന്നെ ബ്രൗൺ സ്റ്റിയേഴ്സും പറഞ്ഞു കൊടുക്കും. ശരിക്കും പിങ്ക് ടവറിൽ നമുക്കറിയാം 10 സെഗ്മെന്റ്സ് ഉണ്ട്, ബ്രൗൺ സ്റ്റിയേഴ്സിൽ 10+1, ഏറ്റവും ചെറിയ ക്യൂബോയിഡ് ഒരെണ്ണം കൂടെ കൊടുത്തിട്ടുണ്ട്. അത് കൺട്രോൾ ഓഫ് എററാണ്. പ്രാക്ടിക്കൽസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഈ പിങ്ക് ടവറിലെ ഓരോ സെഗ്മെന്റും ക്യൂബ്സ് ആണ്. ഏറ്റവും വലിയ ക്യൂബിന്റെ മെഷർമെന്റ് 10 സെന്റിമീറ്റർ ആണ് നമുക്കറിയാം. അങ്ങനെ 10, 9 അങ്ങനെ 1 സെന്റിമീറ്റർ വരെയാണ് ക്യൂബ്സിന്റെ മെഷർമെന്റ്സ്. ബ്രൗൺ സ്റ്റെയർ ക്യൂബോയിഡ് ആണല്ലേ, ഇങ്ങനെ നീളത്തിലിരിക്കുന്നതാണ് ബ്രൗൺ സ്റ്റെയർസ്. അപ്പൊ ഈ ബ്രൗൺ സ്റ്റെയർസിന്റെ ഇങ്ങനെ നമ്മൾ ലെങ്ത് വൈസ് വെക്കുമ്പോൾ ഇവിടത്തെ ഫേസ് സ്ക്വയർ ആണ്. അത് ഏറ്റവും വലിയ ബ്രൗൺ സ്റ്റെയറിന്റെ ആ സ്ക്വയറിന്റെ സൈഡിന്റെ ലെങ്ത് 10 സെന്റിമീറ്റർ. ബ്രൗൺ സ്റ്റെയറിന്റെ ഓരോരോ സ്റ്റെയറും 10, 9, 8 അങ്ങനെ പോകുന്നു. കുട്ടികൾ ഇത് വെച്ചിട്ട് രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യും. പിങ്ക് ടവറിൽ ഏറ്റവും വലിയ ക്യൂബ് 10 സെന്റിമീറ്റർ വരുന്നതിന്റെ മുകളിൽ ബ്രൗൺ സ്റ്റെയറിന്റെ 10 സെന്റിമീറ്റർ വരുന്ന ഫേസ് ഉണ്ടല്ലോ സ്ക്വയർ, ആ ഭാഗം കുത്തനെ നിർത്തും. അങ്ങനെ ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് ആക്ടിവിറ്റീസ് കുട്ടികൾ ചെയ്യാറുണ്ട്. പക്ഷെ നമുക്കൊരു സങ്കടകരമായ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എല്ലാം ഓൺലൈൻ പർച്ചേസ് ആയിരുന്നു ആമസോണിൽ നിന്ന്. മെറ്റീരിയൽസ് എല്ലാം പിങ്ക് ടവർ വന്നപ്പോ എല്ലാ സെഗ്മെന്റ്സും ക്യൂബ് അല്ലാതെ മെഷർമെന്റ് തെറ്റിയാണ് വന്നത്. അതായത് നമുക്ക് വന്നൊരു പ്രോബ്ലം, നല്ല വിലയും കൊടുക്കേണ്ടി വന്നു. പിന്നെ വന്ന നേരം ഓഫീസിലായിരുന്നു, വന്ന ഉടനെ ഞാൻ കണ്ടില്ലായിരുന്നു. ആ ടൈം കഴിഞ്ഞപ്പോഴാണ് കണ്ടത്. അപ്പൊ നമുക്ക് റിട്ടേൺ ചെയ്ത് പുതിയത് വാങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഒരു പ്രശ്നം പറ്റി, ആ ഒരു പ്രോബ്ലം നമുക്ക് പിങ്ക് ടവറിൽ വന്നിട്ടുണ്ട്. പക്ഷെ കുട്ടികൾക്ക് അതിന്റെ കൺസെപ്റ്റ് അറിയാം. പക്ഷെ അതും കറക്റ്റ് ആയിരുന്നെങ്കിൽ നമുക്കും കോമ്പിനേഷൻ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് നോക്കാമായിരുന്നു, ബ്രൗൺ സ്റ്റെയറും പിങ്ക് ടവറുമായിട്ടുള്ള കോമ്പിനേഷൻസ്. ഓക്കെ, അപ്പൊ ഇതാണ് കാര്യം. അപ്പൊ നല്ലപോലെ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ, ആ നല്ലപോലെ ഐഡിയ കിട്ടണമെങ്കിൽ നമ്മളുടെ പ്രസന്റേഷൻ കറക്റ്റ് ആവണം. അത് തെറ്റിപ്പോയാൽ കുട്ടിയുടെ ഐഡിയ തെറ്റി. കുട്ടികൾ അത് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കും, അവരത് റിപ്പീറ്റ് ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ അവർ കണ്ടുപിടിക്കും ഇന്നോവേറ്റീവ് ആയിട്ട്. 4th സ്റ്റേജില് കുട്ടി ഇമാജിനേഷൻ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ മെറ്റീരിയൽസും സറൗണ്ടിങ്സുമായിട്ടുള്ള കണക്ഷൻ. മറിയം മോണ്ടിസോറി എങ്ങനെയാണ് മോണ്ടിസോറി എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്തത്? ഒരു മിനിയേച്ചർ
യൂണിവേഴ്സ് അല്ലെ, ലോകത്തിന്റെ ഒരു ചെറിയ പതിപ്പാണ് മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതായത് പുറത്തെ ലോകത്തുള്ള പല സാധനങ്ങളുടെയും ചെറിയ ചെറിയ വേർഷൻസ് ഈ ഒരു എൻവയോൺമെന്റിലുണ്ട്. അപ്പൊ ഈ മെറ്റീരിയൽസും സറൗണ്ടിങ്സുമായിട്ട് ഇതിനൊന്ന് കണക്ട് ചെയ്യും. നമുക്ക് ജോമെട്രിക്കൽ സോളിഡ്സ് ഉണ്ട്, അതില് സ്ഫിയർ ഉണ്ടല്ലേ, കുട്ടി ബോൾ അല്ലെങ്കിൽ അവർ കഴിക്കുന്ന എന്തെങ്കിലും ഫുഡ് ഐറ്റംസുമായിട്ടൊക്കെ അതിനെ കണക്ട് ചെയ്യും. ഓവോയിഡ് ഉണ്ട്, എഗ്ഗുമായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ പല രീതിയിലും. ഓക്കെ, ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ഷനോ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റി കുട്ടികൾ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അവരെ ഇങ്ങനെ ഇവരുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ക്ലാസ് റൂമിൽ ചെയ്യിക്കാനായിട്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാം. ക്ലാസ് റൂമിൽ മാത്രമല്ല, നമ്മളുടെ വീട്ടിലും ചെയ്യാം. ഒരു ബാച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ബാച്ചാണോ അറിയില്ല, അങ്ങനെ ഒരു കുട്ടിയുടെ ഒരു കസിൻ, ട്രെയിനിയുടെ ഒരു കസിൻ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇതുപോലൊരു ഏരിയ കുട്ടികൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വരുമ്പോൾ ഈ ടേബിൾ ഒന്ന് നോക്കിയിട്ട് വരും. ഈ ടേബിളില് പല രീതിയിലുള്ള ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. അതില് ചില ഏരിയയിൽ കുറെ ജങ്ക്, വേസ്റ്റ് ഇടുന്ന പോലെ വേസ്റ്റ് ബോക്സിനകത്ത് കുറെ പേപ്പർ പീസസും ചിലപ്പോൾ സിസേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ടാവും അവിടെ. അപ്പൊ കുട്ടികൾ പേപ്പർ എടുത്തിട്ട് പല രീതിയിൽ കട്ട് ചെയ്യുന്നു, അതുപോലെ പേപ്പർ ക്രാഫ്റ്റുകൾ ഉണ്ടാക്കാൻ നോക്കുന്നു, പല ഷേപ്സ് ഉണ്ടാക്കാൻ നോക്കുന്നു, ചിലർ കൊളാഷ് ഉണ്ടാക്കും, അങ്ങനെ. പിന്നെ ചിലതിൽ ഇലാസ്റ്റിക് ബാൻഡും വുഡൻ പീസസും ഒക്കെ വയ്ക്കും മോഡൽസ് ഉണ്ടാക്കാനായിട്ട്, ആ ഒരു രീതിയിൽ. പിന്നെ ഗാർഡൻ ഉണ്ടാകും, അവിടെ ചെടി നടാം, മണ്ണുണ്ടാവും, മണ്ണില് കാലുകൊണ്ട് മണ്ണ് കുഴയ്ക്കുന്ന പണ്ടത്തെ ആൾക്കാരൊക്കെ ചെയ്യാറില്ല. പിന്നെ വാട്ടർ പ്ലേ, വെള്ളത്തിൽ കളിക്കാനുള്ള ഏരിയ ഉണ്ടാവും, മാത്സ് ഏരിയ ഉണ്ടാവും, അവിടെ ബോർഡ് ഗെയിംസും പല ഷേപ്സും പാറ്റേൺസും ഒക്കെ കാണും, നമുക്ക് ഉള്ളത് തന്നെയാണ്. ലാംഗ്വേജ് ഏരിയയിൽ അവരോട് കഥ പറയാം, അവരോട് വീണ്ടും ആ കഥ പറയാം. അത് തന്നെ വീഡിയോ എടുത്തിട്ട് നമുക്ക് അവരെ തന്നെ കാണിക്കാം. പിന്നെ അവർക്ക് പല കഥകളും കേൾപ്പിക്കാം. പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഏരിയ, അവരെ കൊണ്ട് ഫിംഗർ പെയിന്റിങ് എല്ലാവരും ചെയ്യിക്കുന്നതാണ്, പേപ്പർ പ്രിന്റിങ്, അതുപോലെ തന്നെ വെജിറ്റബിൾ ഡൈയിങ്, അങ്ങനെയൊക്കെ ചെയ്യാം. കൊളാഷ് ചെയ്യിക്കാം. പിന്നെ മ്യൂസിക് ഏരിയ ഉണ്ടാവും, പല രീതിയിലുള്ള മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും. ഈ പിന്നെ കഥകൾ പറയുമ്പോൾ പല മ്യൂസിക് ഇട്ടിട്ട് കേൾപ്പിക്കാം. പിന്നെ വെള്ളം ഇങ്ങനെ ഡ്രം ഇതിൽ നിറച്ചിട്ട് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിന്റെ ലെവൽ അനുസരിച്ച് പല ശബ്ദങ്ങൾ കേൾക്കുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യിക്കാം. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ചെറിയ ഗെയിംസ്, മൂവ്മെന്റ് ആക്ടിവിറ്റീസ്, ഫിസിക്കൽ മൂവ്മെന്റ് വരുന്ന രീതിയിൽ. പിന്നെ ഇമാജിനേറ്റീവ് പ്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞു റോൾ പ്ലേയുടെ കാര്യം. അങ്ങനെ റോൾ പ്ലേ ചെയ്യിക്കുമ്പോൾ സിറ്റുവേഷൻസ് കൊടുക്കുന്ന സിറ്റുവേഷൻസ് അവർക്ക് പരിചിതമായിട്ടുള്ള സിറ്റുവേഷൻ, അതായത് മമ്മി ആൻഡ് പപ്പ, ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്, ടീച്ചേഴ്സ് ആൻഡ് ചിൽഡ്രൻ, അങ്ങനെ ഫാന്റസി ആയിട്ടുള്ളതൊന്നും കൊടുക്കരുത്, ഇങ്ങനെയുള്ളത് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് മറിയം മോണ്ടിസോറി പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കുറച്ച് അങ്ങനത്തെ പോർഷൻസ് ഒക്കെയാണ്. നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരും. നിങ്ങളുടെ കുട്ടികൾക്ക് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യിപ്പിക്കും. അടുത്തത് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്, കുറച്ച് പോർഷൻസ് ഉണ്ട്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി നോക്കാം. പിന്നെ മറിയം മോണ്ടിസോറി കുട്ടികളുടെ സ്റ്റേജസിനെ 4 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്ത കാര്യങ്ങളും, അത് 2 സ്റ്റേജസ് അതിനെ 4 പീരീഡ് ആക്കിയ കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ. സമയം ഉണ്ടെങ്കിൽ റീഡ് ചെയ്തിട്ട് വരും. യു ക്യാൻ ടേക്ക് ദ ക്ലാസ്, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Thank you. Bye.